വ്യാപാരിയായ പോലീസ് ഓഫീസർ, കോടികൾ കൊയ്യുന്ന വ്യാജ CD ബിസിനസിന്റെ ഏഷ്യയിലെ നമ്പർ 1 ഡീൽ. നിങ്ങളെ തേടി, നിങ്ങളുടെ യാത്രകളുടെ സത്യം തേടിയാണ് ശ്രേയ മറിയ വന്നത്. നിങ്ങൾ കയറിയ ട്രെയിനിൽ തന്നെ അവൾ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്തു. ഒരു ചാൻസ് കിട്ടിയപ്പോ ശ്രേയ നിങ്ങളുടെ ഡി കൂപ്പിയിലേക്ക് ഇടിച്ചു കയറി. Excuse me. Yes? I'm Sahasra. Sit down. കാഞ്ചീപുരത്ത് ജ്യോതിഷം പഠിക്കുന്നു. Oh, so you are an astrologer. I am Kalpati Seetharaman, Tamil novelist. Nice to meet you. എന്റെ സീറ്റ് ഈ കൂപ്പയിലായിരുന്നു സർ. അവിടെ ഒരു ഭ്രാന്തൻ. ഓ, പെട്ടി നിറയെ കഥകളാണോ സർ? ആ പെട്ടികൾ എന്റെ അല്ല, ഈ സാറിന്റെ. ഹലോ സർ. സാറ് നോവലിസ്റ്റ് ആണോ? നോ. എന്നാ ഞാൻ പറയാം. സാർ ഒരു NRI കാരൻ. രാഷ്ട്രീയം, സംഗീതം, സാഹിത്യം ഇതിലൊക്കെ സാറിന് താല്പര്യമുണ്ട്. പിന്നെ സാറിന്റെ പേരിൽ X എന്നൊരു അക്ഷരമുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത് സർ? പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. സോറി. Take it easy. You sit down. Thank you. I will go up. Okay. Sir, good night. ഗുഡ് നൈറ്റ്. ഹലോ, ഒരു മിനിറ്റ്. കട്ട് ചെയ്യൂ, ഞാൻ പിന്നെ വിളിക്കാം. ഡി കൂപ്പയിൽ ഹോട്ട് കൂടുതൽ. ആ AC അറ്റൻഡർ ഇങ്ങോട്ട് വന്നു. ഞാൻ കണ്ടില്ല. ഇയാളിത് ഇവിടെ പോയി കിടന്നു. ഇല്ല സർ, അയാൾക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇതുവരെ ഞാൻ ആരാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ റെക്കോർഡിംഗ് സ്റ്റുഡിയോക്കുള്ള എക്യുപ്മെന്റ്സ് സ്മഗിൾഡ് ഗുഡ്സ്. സർ, ഉടൻ തന്നെ ഡിവിഷണൽ മാനേജർ വിജയ് ഭാനുവിനെ വിവരം അറിയിക്കണം. പാലക്കാട് ട്രെയിൻ എത്തുമ്പോൾ അലക്സാണ്ടറെ കൈയോടെ അറസ്റ്റ് ചെയ്യണം. ഇല്ല, നമുക്കല്ലാതെ വേറെ ഒരു ചാനലിനും ഈ വിവരം കിട്ടിയിട്ടില്ല. OB വാൻ റെഡിയല്ലേ സർ? 1 മിനിറ്റ്. മരിയോ, ഇല്ല, എനിക്കിപ്പോ സംസാരിക്കാൻ ടൈമില്ല. കട്ട് ചെയ്യും. ആത്മവിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം അത്യാർത്ഥിയാണെന്ന് ഏത് വലിയ ചെമ്പാടനാ നിന്നെ പഠിപ്പിച്ചത്?
സർവീസിലിരുന്നു കൊണ്ട് ഡിസോണസ്റ്റ് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് മാത്രമായിരുന്നു കാക്കി നിനക്ക്. അതുകൊണ്ട് ആ കാക്കി നിനക്കിനി വേണ്ട. ഞങ്ങൾ അതങ്ങ് ഊരിയെടുക്കുക. അറസ്റ്റ് ചെയ്യാനുള്ള ക്ലിയറൻസ് കിട്ടുന്നത് വരെ അലക്സാണ്ടർ ചമ്പാടൻ ലീവിൽ പോകുന്നു. ദാ ഒപ്പിട്. SP DGPക്ക് കൊടുക്കുന്ന ലീവ് ആപ്ലിക്കേഷൻ. ഷർഫുദ്ദീൻ പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്യരുത്, അപമാനിക്കരുത്. ഞാൻ രാജിവെച്ച് സർവീസിനെ പോയിക്കോളാം. ഇനി ബാക്കിയുള്ള കാലം വല്ല പോട്ടയിലോ മുരിങ്ങൂരോ പോയി ധ്യാനിച്ചിരുന്നോളാം. നീ ധ്യാനിക്കണം. പോട്ടയിലും മുരിങ്ങൂരിലും അല്ല, ഇവിടെ മധുക്കര TVയിൽ ഞങ്ങളുടെ മുന്നിൽ. ആ ധ്യാനത്തിൽ നീ മനസ്സ് തുറന്ന് ഏറ്റു പറയും നിന്റെ കൈമുദ്രകൾ പതിഞ്ഞ 2 കൊലപാതകങ്ങൾ. തുളസിമണി, നാദിയ. മരിച്ചിട്ടും മരിക്കാതെ കിടക്കുന്ന നാദിയ. 2 സുന്ദരിക്കുട്ടികളും ആ രാത്രി നിന്റെ കണ്ണിലും മനസ്സിലും പെട്ടുപോയി അല്ലടാ? சார், இவர் புகழ்பெற்ற கதாசிரியர் கல்பாத்தி சீதாராமன். இவர் போர்ன் பாலக்காடு, brought-up அமெரிக்கா, ரைட்டிங் தமிழ்ல. நாட்டியம் பிடிக்குமா? எஸ் சார். நாட்டியக்காரிகளை குறிப்பா சொல்ல போனீங்கன்னா அடையார் கலாட்சேத்திர அழகிகளை பிடிக்குமா? சார் எனக்கு ஒண்ணுமே தெரியல சார். நான் ஒண்ணுமே பார்க்கல சார். பார்க்கணுமே, பார்த்திருக்கணுமே. இல்ல சார். சொல்லு சார். அந்த கூப்பையில சத்தம் கேட்டப்போ டீ கூப்பையில போய் பார்க்கும்போது பாலு அங்க கத்தி வச்சு நிக்கிறாரு சார். எனக்கு அவ்வளவுதான் தெரியும் சார். பாலு, பாலு மாதவன். അനസ്തേഷ്യ അണ്ടർ ആയില്ലേ? BP അല്പം. ഒന്നും പറയണ്ട, എവറിത്തിങ് ഈസ് ഓക്കെ. ജീവനുണ്ട്. ആരെങ്കിലും വേഗം ആശുപത്രി കൊണ്ടാ നോക്ക്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്റെ വാക്ക് വിശ്വസിക്കണം സാർ. ഞാൻ കാണുമ്പോ നാദിയെ കുത്തേറ്റ് കിടക്കായിരുന്നു. പ്രിയെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ ഞാൻ. എല്ലാരും കൂടെ എന്നെ
ബോധമനസ് കള്ളം പറയും, പക്ഷെ അബോധ മനസ്സ് ഒരിക്കലും കള്ളം പറയില്ല. ബാലു അല്ല ബി കൂപ്പയിൽ കയറി നാദിയയുടെ തലച്ചോറിലേക്ക് കത്തി തുളച്ച് കയറ്റിയത്. ബാലു കണ്ടതെല്ലാം ബാലുവിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ശരിയല്ലേ ഡോക്ടർ മാതങ്കി വർമ്മ? പ്രീ കോൺഷ്യസ് റീഡിംഗ് കോടതിക്കും പോലീസുകാർക്കും വിശ്വാസമാണ്. ഏറ്റവും സോഫ്റ്റായ പില്ലോ നമ്മുടെ തെളിഞ്ഞ മനസ്സാണ്. നൗ യു ആർ ഓക്കെ. പണ്ടെങ്ങോ കോളേജിൽ വെച്ച് ഒരു പെൺകുട്ടി ഓട്ടോഗ്രാഫിൽ എന്തോ എഴുതിയെന്ന് കരുതി ആ കള്ളവരികൾ ഓർത്ത് പാഴാക്കി കളയാനുള്ളതല്ല തന്റെ ഇനിയുള്ള ജീവിതം. യു ആർ നോട്ട് എ കില്ലർ, ബട്ട് ഡ്രഗ്സ് കുഡ് ടേൺ ഔട്ട് ടു ബി യുവർ കില്ലർ. ആരാ ഇത്? പറയാമോ? യക്ഷി മുറുക്കി ചൂപ്പിച്ച് നടക്കിയ മകളെയും കൊണ്ട് നാട് നീളെ അമ്മയും മകളും ചേർന്ന് എന്റെ മോനെ ഭ്രാന്തനാക്കി. അന്നും മാഷിന്റെ മനസ്സിൽ ഈ പക കിടന്ന് പുകയുകയായിരുന്നു അല്ലെ? ഞാൻ മരിക്കുന്നത് വരെ ആ കനല് കെടില്ല. യക്ഷിയും മകളും ബി കൂപ്പയിലുണ്ടെന്നുള്ള കാര്യം മാഷിക്കറിയാം. ആ കൂപ്പയാണ് പിന്നീട് കുരുതിക്കളമായത്. അത് ചെയ്തത് മകനല്ല, അച്ഛനാണെന്ന് ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റില്ല. ഇരുട്ടിൽ നിങ്ങൾക്ക് ആള് മാറിപ്പോയി. മൗനം വിദ്വാന് മാത്രമല്ല, കുറ്റവാളിക്കും ചിലപ്പോ ആയുധമാവും. വിളിപ്പിക്കും, വരണം. ഇരയും പ്രതികളും സാക്ഷികളുമെല്ലാം ഒരു കൂരയ്ക്ക് താഴെ. ഞങ്ങൾക്കിപ്പോ അറിയേണ്ടത് നാദിയയുടെ അവസാനത്തെ 9 മണിക്കൂർ എന്തൊക്കെ സംഭവിച്ചുവെന്നാണ്. ആ നാടകത്തിലെ 4 കഥാപാത്രങ്ങൾ നിങ്ങളാണ്. ഡോക്ടർ അജയ് ഘോഷ്, ഡോക്ടർ രൂപേഷ്, ഡോക്ടർ ഗോവിന്ദ് ആൻഡ് ഡോക്ടർ മാതങ്കി വർമ്മ. റോയൽ ബ്ലഡ് ലൈൻ. ഡോക്ടർമാരെന്തിനാണ് ഒരുമിച്ച് ചെന്നൈയിലേക്ക് പോയത്? ജൂനിയർ ഡോക്ടർമാരുടെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി. ആടിയും പാടിയും ഒരു എഡ്യൂക്കേഷണൽ പിക്നിക് അല്ലേ? ആ ഉല്ലാസവേളയിൽ എപ്പോഴാണ് നിങ്ങളുടെയൊക്കെ കയ്യിൽ നാദിയയുടെ ചോര പുരണ്ടത്? സർ, കുത്തേറ്റ് കിടന്ന നാദിയെ ഇവരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ട് നാദിയ ഒരു ശവമായി കഴിഞ്ഞു? ചിന്തിക്കാൻ തലച്ചോറില്ലാത്ത വെറും ഒരു ഫീമെയിൽ കടേവർ. ആ ധൈര്യത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അജയ് ഘോഷ് ധീരനാണ്. ഉറങ്ങിക്കിടക്കുന്ന നാദിയയുടെ തലയിൽ പോണ്ടൈൻ മെഡുലറി ഏരിയയിൽ 4 ഇഞ്ച് ആഴത്തിൽ സർജിക്കൽ ബ്ലേഡ് കുത്തിയിറക്കിയവൻ അത്ര നിസ്സാരക്കാരനല്ല. ആ രാത്രി തന്നിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കത്തി ഞങ്ങളുടേതാണ്, സമ്മതിച്ചു. അത് രാജമ്മ വാങ്ങിക്കൊണ്ടുവരാ. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ആർക്കൊന്നും അറിയില്ല. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. അടങ്ങ്. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് നീ ഇപ്പൊ അറിയും. സെൽവൻ, തത്തമംഗലം സർ, ഇവരെ ഓർക്കുന്നുണ്ടോ? മറന്നിട്ട് വേണ്ടേ സാറെ ഓർമ്മിക്കാൻ? എന്റെ കഞ്ഞിൽ വീണ 4 പാറ്റകളാ അതേ ഈ നിക്കണത്. ഇവരിൽ ആരാണ് തന്നെ വിട്ട് നാദിയുടെ നമ്പർ എടുപ്പിച്ചത്? ഈ കോഴി എന്നെ സാർ, അല്ല ഈ കുഞ്ഞ മറ്റേ കുഞ്ഞിന്റെ ഫോൺ നമ്പർ വാങ്ങി വരാൻ എന്നെ പറഞ്ഞു വിട്ടത്. അപ്പോഴേ എന്റെ ചീട്ട് കീറി വെച്ച ഈശ്വരേ. ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞ പിന്നെ ആ രാത്രി താൻ ഉറങ്ങിയിട്ടില്ല. കോയമ്പത്തൂർ എത്തുന്നതുവരെ തനിക്ക് ഉറക്കം വന്നിട്ടില്ല. അവിടെ വെച്ച് അതിന് അജയ് ഘോഷ് കോയമ്പത്തൂരല്ല ഇറങ്ങിയത്, തിരുപ്പൂരാ. ഞാൻ കണ്ടതാ. ചോദ്യം തന്നോടല്ല, ഡോക്ടർ പറയണം. ഞാൻ പറയട്ടെ, അജയ് ഘോഷ് തിരുപ്പൂർ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിരുന്നെങ്കിൽ, അത് മാതങ്കി കണ്ടിരുന്നെങ്കിൽ, പിന്നീട് കത്തിയുമായി നിൽക്കുന്ന ബാലുവിനെ കണ്ട് അജയ് ഘോഷിന്റെ പേര് പറഞ്ഞ് നിലവിളിക്കില്ലായിരുന്നു നീ. സർ പ്ലീസ്, ഡോണ്ട് ലൈ ആൻഡ് ഡോണ്ട് ആക്ട് സ്മാർട്ട്. മധുക്കര സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോ നിങ്ങളുടെ കൂപ്പയിൽ അജയ് ഘോഷ് ഉണ്ടായിരുന്നു. ബഹളത്തിനിടയിൽ ആരും അറിയാതെ നിങ്ങൾ ഇയാളെ രക്ഷപ്പെടുത്തി. അതെ ഓഫീസർ, രക്ഷപ്പെടാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും. പിന്നെ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. കടം തിളക്കാടാ. ഇപ്പൊ തിളയ്ക്കാനും മാത്രം തീ നിന്റെയൊക്കെ ഉള്ളിലുണ്ടെന്നറിയാം. അത് ഞങ്ങളിങ്ങ് കോരിയെടുക്കും. കൂട്ടത്തിൽ നാദിയുടെ ചുണ്ടുകൾ കടിച്ചു പറിച്ച ഈ പല്ലുകൾ